സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. SIR നടപടിയിലൂടെ 24.08 ലക്ഷം പേരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അതേസമയം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാനാകാത്തവർക്ക് ജനുവരി 22 വരെ ഫോം 6 അപേക്ഷിക്കാം. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണല്ലോ. ഏകദേശം 24 ലക്ഷത്തിലധികം പേർ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പരിശോധിച്ച് പരാതിയുള്ളവർക്ക് അറിയിക്കുന്നതിനും അതോടൊപ്പം മറ്റ് നടപടിക്രമങ്ങളുടെയും ഒക്കെ ഒരു പ്രക്രിയ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ? രോഹിണി, ഗുഡ് മോർണിംഗ്. നമസ്തേ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്ര പരിഷ്കരണം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നടപടിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയ്ക്ക് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് രാവിലോടുകൂടി പ്രസിദ്ധീകരിക്കുകയാണ്. SIR നടപടിയിലൂടെ ഏകദേശം 24.08 ലക്ഷം പേരാണ് ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോയത്. വ്യാജ വോട്ടർമാർ, ഇരട്ടി വോട്ടുള്ളത്, അങ്ങനെ രണ്ടിടങ്ങളിൽ വോട്ടുള്ളത്, ഒപ്പം തന്നെ മരണപ്പെട്ടിട്ടും അവരുടെ പട്ടികയിൽ ഇപ്പോഴും പേര് നിലനിൽക്കുന്നവർ, ഒപ്പം തന്നെ പ്രവാസിയായി പലരും പോയിട്ടും സ്ഥിരമായി വോട്ട് ചെയ്യാതെ ഇരട്ടി വോട്ടുകൾ പല അടുത്തും കിടക്കുന്നവർ, അങ്ങനെ പല ഇടങ്ങളിൽ നിന്നായി ഏകദേശം 24 ലക്ഷത്തിലധികം പേരാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോയത്. അങ്ങനെ പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. അതിൽ എന്യൂമറേഷൻ ഫോറങ്ങളിലെ തീരുമാനവും പരാതി അടക്കമുള്ള കാര്യങ്ങൾ തീർപ്പാക്കലും ഇന്നു മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ഫെബ്രുവരി 14 വരെയാണ് അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും, ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ അതിന് പിന്നാലെ കേരളത്തിലേക്ക് ഈ നടപടി വ്യാപിപ്പിച്ചപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചില പാർട്ടി നേതാക്കന്മാർ, പാർട്ടികൾ, മുന്നണികൾ അടക്കമുള്ളവർ നടത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് വെട്ടിച്ചുരുക്കി കള്ളവോട്ട് ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ പ്രതികരണങ്ങൾക്കൊക്കെയുള്ള തിരിച്ചടി കൂടിയാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം എന്നുള്ളതിൽ സംശയമില്ല. വലിയ പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് അതിന്റെ പ്രോസസ്സിംഗ് കൃത്യമായി തന്നെ കമ്മീഷൻ നടത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ വന്നവരെ കൂടി ചേർത്തുകൊണ്ട്, അതായത് പ്രവാസികളായിട്ടുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ കൂടി ഈ ക്രിസ്മസ് അവധിക്ക് വന്നതിന് ശേഷം അവരുടെ പേരുകൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് എന്യൂമറേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നത് വരെ അവസരം നൽകണമെന്ന് ചില മുന്നണികൾ ആവശ്യമുന്നയിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ തീയതിയിൽ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അവർക്കൊരു അവസരം കൂടി ഒരുക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കമ്മീഷൻ കൂടി കടക്കുന്നത്. എന്തായാലും അവധിക്ക് എത്തുന്നവരിൽ നല്ലൊരു ശതമാനവും കണ്ടെത്താൻ സാധിക്കാത്തവർ ഉൾപ്പെട്ട ASD പട്ടികയിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ പട്ടികയിൽ 6,45,548 പേര് ഉണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ പുറത്താകാതിരിക്കാൻ SIRന്റെ സമയമടക്കം നീട്ടിയിരിക്കുകയാണ്. കൂടാതെ തന്നെ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകാത്തവർക്ക് ഇന്നു മുതൽ ജനുവരി 22 വരെ ആ ഫോം നൽകാനുള്ള ഒരു അവസരം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ്. ഡിക്ലറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം നൽകണമെന്നുള്ളതാണ് അറിയിക്കുന്നത്. കൂടാതെ തന്നെ പുതിയതായി പേര് ചേർക്കൽ ഫോറം അടക്കമുള്ള കാര്യങ്ങൾ ഫോറം 6ലും പ്രവാസികൾ നൽകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കമ്മീഷൻ അറിയിക്കുന്നത്. എന്തായാലും മരണം, താമസം, പേരുമാറൽ, ഒപ്പം തന്നെ പേര് ഇരട്ടിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ പേര് ഒഴിവാക്കാതിരിക്കാൻ ഫോറം 7ലും വിലാസം മാറ്റാൻ മറ്റ് തിരുത്തലുകൾക്കടക്കമുള്ളവർ ഫോറം 8ലും അപേക്ഷിക്കണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള സമയപരിധി കൂടി നൽകിയിട്ടുണ്ട്. കൃത്യമായ നടപടിയിലൂടെ SIR എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. രോഹിണി.